നമസ്കാരം, കുട്ടികളും സുഹർ സാറാണ്. നമ്മുടെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം ജൂൺ 23 തുടങ്ങുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് ഡൗട്ട്സുകളും നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളേ ഉള്ളൂ. അഡ്വൈസ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. പല കുട്ടികളും എഴുതാൻ വേണ്ടി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പഠിത്തത്തിന്റെ ഇന്റൻസിറ്റി എന്തുമാത്രം പവറോടുകൂടിയാണ്, എന്തുമാത്രം ആവശ്യകതയോടുകൂടിയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ ഇപ്പോൾ നിങ്ങൾക്ക് തന്നേക്കുന്ന ഫെസിലിറ്റി തന്നേക്കുന്ന പേരൻസിനൊന്നും നിങ്ങൾ എന്തുമാത്രം പഠിക്കുന്നു എന്നുള്ളത് അറിയില്ല. അപ്പൊ അവരുടെ ഒരു വിഷമം ഭയങ്കരമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ പല കാര്യങ്ങളും ത്യജിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാർക്ക് വിഷമമായിരിക്കാം. ഇപ്പൊ ചിലപ്പോൾ മൊബൈൽ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് ഒന്ന് നന്നായിട്ട് ചെയ്ത് അവരുടെ സന്തോഷം ഒന്ന് കൂട്ടിയെടുക്കണം, അവരുടെ കോൺഫിഡൻസ് കൂട്ടണം. അതുവഴി നിങ്ങൾ രക്ഷപ്പെടുകയും വേണം, എല്ലാം കൂടെ വേണം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ വലിയ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ നിർദ്ദേശം എന്നേ ഞാൻ പറയുന്നുള്ളൂ. വളരെ വളരെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലൈഫാണ്. രണ്ടാമത്തെ കാര്യം, എത്ര വേണം പാസ്സാവാൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. എത്ര മാർക്ക് ഇനിയും നമ്മുടെ +2 സേക്ക് വേണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എഴുതി മാർക്ക് വാങ്ങിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട് അല്ലേ? അപ്പൊ പല കുട്ടികളും എന്നെ ഒത്തിരി പേര് പല രീതിയിൽ കൂടെയാണ് പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇതാണ് കൃത്യമായിട്ടുള്ള കാര്യം. കാരണം എല്ലാവരും ഡബിൾ പാസ് വാങ്ങണം, 36 60-ലാണെങ്കിൽ 36 വാങ്ങണം, 80-ലാണെങ്കിൽ 48 വാങ്ങണം +2 സേക്ക്. അത്രയൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റിന് എത്ര മാർക്ക് കിട്ടിയോ അതിപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ മാർക്ക് ഉണ്ട്, ഓൾറെഡി അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനിവിടെ നിങ്ങളുടെ +2 സേ മാർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ 36 വേണം 60-ലുള്ള ഒരു എക്സാമിന്. ഓക്കെ, 60-ലുള്ള ഒരു എക്സാമിന് 36 വേണം. 80-ലാണെങ്കിൽ അത് 48 വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്കി ഇവിടെ വാങ്ങിച്ചാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 12 മാർക്ക് കിട്ടിയുള്ളൂ എങ്കിൽ ഇവിടെ നിങ്ങൾ ഒരു 24 മാർക്ക് വാങ്ങിച്ചാൽ മതി, 36 ആയിക്കോട്ടെ. അപ്പൊ +2 സേക്ക് 24 60-ൽ വാങ്ങണം. ഓക്കെ, ഇതിൽ 60-ൽ വാങ്ങണം, കണ്ടല്ലോ, ഇത് 60 വാങ്ങണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജയിക്കാനുള്ള സംഭവങ്ങളായി. നമുക്കപ്പോൾ 120-ൽ 36 മാർക്ക് കിട്ടിയാൽ മതി. കൃത്യമായല്ലോ, കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഞാനിവിടെ 60 എഴുതിയത്, 120-ൽ 36. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നേരത്തെ കിട്ടിയ +1 ഇംപ്രൂവ്മെന്റ് മാർക്ക് നിങ്ങൾക്ക് എത്ര ആണോ അത് അവിടെ നിൽപ്പുണ്ട്. +2 സേക്ക് ഇനി എഴുതി കിട്ടാൻ പോകുന്ന മാർക്ക് കൂടെ ചേരുമ്പോൾ 60-ലാണ് നമുക്ക് രണ്ടാമത്തെ +2 സേ എഴുതുന്നത്. അതുകൂടെ ചേരുമ്പോൾ ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 36 വേണം 120-ൽ. കൃത്യമായല്ലോ, ഇങ്ങനെ വേണം നമുക്ക് ജയിക്കാൻ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ വേറെ സംഭവം ഒന്നുമില്ല. വേറെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ സമയം കളയേണ്ട, ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട, പേടിക്കേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അങ്ങോട്ട് അടിപൊളിയായിട്ട് പഠിച്ചോ. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ നോട്ട്സ് നിന്ന് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളവരെ ആ രീതിയിൽ കൂടെ നമ്മൾ കണ്ട് ക്ലാസ് തരാം. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആത്മാർത്ഥത കൈവിടല്. ഗുഡ് ബൈ.